നമസ്കാരം. നമ്മുടെ ഇന്ത്യൻ സ്പൈസസ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു മസാല ചായയാണ് ഇന്നത്തെ റെസിപ്പി. ഇതിൻ്റെ ഉറവിടം ഇന്ത്യയാണെങ്കിലും ഇന്ന് ലോകം മുഴുവൻ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫ്ലേവേർഡ് ടീ ബീവറേജാണ് മസാല ചായ. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ഞാനിവിടെ 2 കപ്പ് മസാല ചായക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത്. 2 ഏലക്ക, ചെറിയ ഏലക്കയാണെങ്കിൽ 3 എണ്ണം എടുക്കാം. 1 ഗ്രാമ്പു, 2 സെൻറ്റിമീറ്റർ നീളമുള്ള കറുവാപ്പട്ട, 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണം. ഈ അളവിൽ സ്പൈസസ് ഉപയോഗിക്കുമ്പോൾ അല്പം ലൈറ്റായിട്ടുള്ള ഫ്ലേവറുള്ള ഒരു മസാല ചായ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിൽ ഏലക്കയുടെയും ഇഞ്ചിയുടെയും ഫ്ലേവർ ആയിരിക്കണം അല്പം മുന്നിൽ നിൽക്കേണ്ടത്. ഏലക്കയും ഇഞ്ചിയും ഇതുപോലൊന്ന് ചതച്ചെടുക്കുക. ഇനി 1 കപ്പ് വെള്ളം ചൂടാക്കാൻ വെച്ച ശേഷം നമ്മൾ എടുത്തു വെച്ച സ്പൈസസ് ഇതിലേക്ക് ചേർക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ കാത്തിരിക്കുക. ഇതേ അളവിൽ ഒരു പ്രാവശ്യം നിങ്ങൾ സ്പൈസസ് ഉപയോഗിച്ച് നോക്കുക. അതിനുശേഷം കുറച്ചുകൂടി സ്ട്രോങ് ഫ്ലേവർ വേണമെന്ന് തോന്നുവാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി സ്പൈസസ് ചേർത്ത് കൊടുക്കുക. വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചായപ്പൊടി ചേർക്കുക. 1 കപ്പ് ചായയ്ക്ക് 1 ടീസ്പൂൺ ചായപ്പൊടി, അതാണ് കണക്ക്. നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായയാണ് വേണ്ടതെങ്കിൽ അല്പം കൂടി ചായപ്പൊടി കൂടുതൽ ചേർക്കുക. ഇനി ഇത് അല്പനേരം, ഏകദേശം ഒരു 30 സെക്കൻഡ് നേരം ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് ചൂടുപാല് ചേർക്കുക. പിന്നീട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഇളക്കുക. 1.5 ടേബിൾ സ്പൂൺ ഒരു മീഡിയം ലെവലായിരിക്കും. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ക്രമീകരിക്കുക. വീണ്ടും ഒരു 30 സെക്കൻഡ് നേരം ഇളക്കുക. അതിനിടയിൽ ചായ തിളച്ച് പൊങ്ങി വരികയാണെങ്കിൽ ഉടൻ തന്നെ തീ ഓഫ് ചെയ്യുക. പിന്നീട് ഉടനെ തന്നെ ചായ അരിച്ചെടുക്കണം. ചായപ്പൊടി അധികം നേരം ഇതിൽ കിടന്നു കഴിഞ്ഞാൽ ചായയുടെ ടേസ്റ്റ് മാറിപ്പോകും. ഇനി ഈ ചായ 1-2 തവണ ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുക്കുമ്പോഴാണ് ചായക്ക് ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഒരു ചേഞ്ചിന് വേണ്ടി എന്നും നമ്മൾ കഴിക്കുന്ന ചായയിൽ നിന്ന് വ്യത്യസ്തമായി മസാല ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇൻഗ്രീഡിയൻസിൽ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.